ബഹ്റിനിലെ ഏറ്റവും വലിയ അക്വേറിയം കാണാൻ വേണ്ടി പോയപ്പോൾ എൻട്രൻസ് ഫീസ് ഒക്കെ ഇട്ട് നമ്മൾ തിരിച്ചു പോയതായിരുന്നു. ഈ മന്ത് സാലറി കിട്ടിയപ്പോൾ അവിടെ കാണാം എന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയപ്പോഴാണ് പുറത്തുനിന്ന് കാണുന്ന ആ ആർക്ക് ടൈപ്പുള്ള അക്വേറിയം ഒരു സ്ക്രീൻ ആണെന്ന് മനസ്സിലായത്. അകത്ത് പല സോൺ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എത്തുന്നത് ഒരു ഓഷ്യൻ ടീമിലേക്കാണ്. ഇവിടെയുള്ള ഫിഷസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ചെറിയ സ്ക്രീനിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും പറ്റും. ഈ ഒരു അക്വേറിയത്തിന്റെ സ്പെഷ്യാലിറ്റി ജീവനുള്ള സ്റ്റാർ ഫിഷിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇച്ച കൈയൊക്കെ കഴുകി വന്നു. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് വന്ന് ഇതിപ്പോ പറ്റത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള ഫിഷസിനെ കുറിച്ചും ഫീഡിങ്ങിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം ഗൈഡ് പോലെ തന്നെ പറഞ്ഞു തന്നു. നമ്മൾ ഇപ്പൊ റീഫ് സോണിലേക്ക് കടന്നു. ഇടയ്ക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന ചെറിയ ടണൽസും ഓപ്പൺ ഏരിയാസും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഓരോ അക്വേറിയത്തിന്റെ അടുത്തിരുന്ന് കാണാനും ഒക്കെയുള്ള ഒരു ചെറിയ ബെഞ്ച് പോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ററാക്റ്റീവ് ടച്ച് സ്ക്രീനിൽ ഒരു ഗെയിം ഒക്കെ കളിച്ച് മുന്നോട്ട് പോയപ്പോൾ മുകളിലേക്ക് കയറാനുണ്ടെന്ന് മനസ്സിലായി. മുകളിൽ നിന്ന് നല്ല ബാൽക്കണി വ്യൂവും നല്ല അടിപൊളി കഫേയാണ് ഉള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആയി തോന്നിയോണ്ട് ഇച്ച തൽക്കാലം നമുക്ക് അവിടെ നിന്ന് മുങ്ങാന്ന് പറഞ്ഞു. അവിടെ ഒരു ഇളകുന്ന മിനി തൂക്കുവാലവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയത് നേരെ റെയിൻ ഫോറസ്റ്റിന്റെ തീമിലേക്കാണ്. സംഭവം ഇവിടുത്തെ മരങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നല്ല നാച്ചുറാലിറ്റിയും ബ്യൂട്ടി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മാനിക്യൂർ ചെയ്യുന്ന മീനുകൾക്കൊക്കെ ഇച്ചയുടെ കൈ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പിന്നെ ഈ ജീവികളൊക്കെ പേടിയുണ്ട്, ഞാൻ ആ വഴിക്കേ പോയില്ല. ഇനിയും കുറച്ചധികം ഫിഷസും ആക്ടിവിറ്റീസും ഒക്കെ ഇവർ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ബാക്കി മീനുകളും ജെല്ലി ഫിഷസിനെയും ഒക്കെ കണ്ടിട്ട് നമ്മളും അവിടെ നിന്ന് ഇറങ്ങി. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എൻട്രി ഫീ ആയിട്ട് കൊടുത്ത 5.5 BD ക്കുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല.